അഖിൽമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. മുട്ടാൻ കോമഡിയാണ് മക്കളെ. അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? ഈ രാജ്യത്ത് വോട്ടവകാശമുള്ള ഒരു പൗരന് ഇവിടെ മത്സരിക്കാം. വെരി ഗുഡ്. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്ത് നോക്കുമ്പോഴാണ് ഒരു വിഷമം. അവനെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിക്കുന്നതിനാണ് കുറച്ചും കൂടെ വാല്യൂ വരുന്നത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്താണ് പ്രശ്നം? രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു. ആകെ ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്കും. സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളി ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിൽ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? കുറച്ച് ചാണകം എടുക്കട്ടെ. ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണം. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അയാൾ അവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അതിനെന്തിനാ സർച്ചിരിക്കണം? എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. അയ്യേ, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഞാൻ എന്താ പറയാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരിച്ചു പറയും. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം പിന്നെ നാണക്കെടുത്തി അവൻ മാത്രം ഒരു നന്മമരം നമ്മളെ കൂടായിപ്പോ. ശരിയാ, അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മുടെ സമയം കളയേണ്ട. ബൈ ഗൈസ്.